ഇബ്രാഹിം അൽ ഖവാസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി ഇമാം അബു നുഐം അൽ അസ്ബഹാനി റഹിമഹുല്ല ഹുല്യത്തുൽ ഔലിയ എന്ന കിതാബിൽ ഉദ്ധരിച്ചത് കാണാം. ദവാ ഉൽ ഖുലൂബി ഖംസ, 5 കാര്യങ്ങളാണ് മനസ്സ് നന്നാകാൻ വേണ്ടത്. 5 കാര്യങ്ങൾ ചെയ്താൽ ഖൽബ് നന്നാകും. ഖിറാഅത്തുൽ ഖുർആനി ബിതദബ്ബുർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. സുബ്ഹാനല്ലാഹ്, അർത്ഥം അറിഞ്ഞുകൊണ്ട് അർത്ഥം ഓർത്തുകൊണ്ട് ഖുർആൻ ഓതുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. അത് എത്ര ചെറിയ സൂറത്തുകളാണെങ്കിലും. ശൈത്താൻ ചിലപ്പോൾ നമുക്ക് വസ്വാസം ഉണ്ടാക്കും. ഇതൊക്കെ ഒരുപാട് ഇൽമുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്, തഫ്സീറൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുള്ള ആളുകൾ അല്ല. നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, അതൊക്കെ അർത്ഥം അറിഞ്ഞ് ആ അർത്ഥം ഓർത്തുകൊണ്ട് ഓതിയാൽ നമുക്ക് ഈ ഫായത ഉണ്ടാകും, ഈ ഗുണം നമുക്ക് ലഭിക്കും. കാരണം ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാ? ഏറ്റവും അഫ്ളലായ സൂറത്ത് ഏതാ? സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ സൂറത്തുൽ ബഖറയുടെ തഫ്സീർ പഠിച്ചു കഴിഞ്ഞിട്ടല്ല ഖിറാഅത്തുൽ ഖുർആൻ ബിതദബ്ബുർ എന്ന് പറയുന്ന കാര്യം. സൂറത്തുൽ ഫാത്തിഹയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്. ഏറ്റവും വലിയ ആയത്ത് ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട ഫضലുള്ള ആയത്ത് ആയത്തുൽ കുർസി. നമുക്കറിയുന്നതാണ് ഇതൊക്കെ. ഖുർആന്റെ 1/3 എന്ന് പറയുന്നത് ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. ഈ വക സൂറത്തുകളൊക്കെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ, ആ അർത്ഥം മനസ്സിൽ ഓർത്തുകൊണ്ട് പാരായണം ചെയ്താൽ മനസ്സ് നന്നാകും. അതുപോലെ രണ്ടാമത്തെ കാര്യം ഖലാഉൽ ബത്ൻ, വയറ് കാലിയാവുക. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? സുന്നത്ത് നോമ്പ് നോൽക്കുക, അതുപോലെ നോമ്പില്ലാത്ത സമയത്തും അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക. കാരണം വയറ് നിറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ശഹവത്തുകളൊക്കെ വർദ്ധിക്കും, ദുനിയാവിനോടുള്ള ആഗ്രഹം വർദ്ധിക്കും. അപ്പോൾ വയറ് ആവശ്യത്തിന് മാത്രം നിറക്കുക. ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം. അല്ലാഹു തആല നമുക്ക് നമ്മുടെ കുറവുകൾ പുറത്തു തരട്ടെ, നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം എന്നുള്ളത് അത് കഴിയുന്നത് പോലെ അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. വതദർഉ ബിസ്സഹർ, സഹർ എന്ന് പറഞ്ഞാൽ ഫജ്റിന് മുമ്പുള്ള സമയം. ആ സമയത്ത് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്ന സമയമാണ്, അള്ളാഹുവിനോട് ആ സമയത്ത് ദുആ ചെയ്യുക. മുജാലസത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ഇരിക്കുക. അത് മനസ്സ് നന്നാക്കുന്ന കാര്യമാണ്. കാരണം മനുഷ്യന്റെ സ്വഭാവം പകരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞതാണ്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി, രാവും പകലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂടെ നീ സബറോട് കൂടി ഇരിക്കുക, അവരെ വിട്ടു പോകരുത്. വലാ തഅദു ഐനാക അൻഹും, അവരെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പിന്നാലെ പോകരുത്. പണക്കാരാണ്, അധികാരമുള്ളവരാണ് എന്ന് വിചാരിച്ച് ഈ സാലിഹ്യങ്ങളായ മിസ്കീന്മാരെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ കൂടെ പോകരുത് എന്ന് പറഞ്ഞതിന് അള്ളാഹു ഉപയോഗിച്ച വാക്കെന്താണ്? വലാ തഅദു ഐനാക അൻഹും, അവരെ വിട്ട് നിന്റെ കണ്ണ് തെറ്റിപ്പോകരുത്. മറ്റുള്ളവരുടെ കൂടെ നടന്നു പോകരുത് എന്നല്ല, മറ്റുള്ളവരെ നിനക്ക് നോക്കുക പോലും ചെയ്യരുത്. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഇത്തരം ആളുകൾ ഉപേക്ഷിക്കരുത്. അപ്പോൾ സാലിഹ്യങ്ങളായ ആളുകളോടുള്ള സുഹബത്ത്. കാരണം ഒരു മനുഷ്യൻ അവൻ ആരുടെ കൂടെയാണ് നടക്കുന്നത് അവരുടെ സ്വഭാവം പകരും, അവരുടെ ദീൻ അവന് പകരും. അത് സ്വാഭാവികമാണ്, നമ്മൾ കാണുന്നതാണ്. ഏതൊരാൾ നന്നായിട്ടുണ്ടോ അതിന് കാരണമായി അവൻ്റെ കൂടെ നല്ലൊരു കൂട്ടുകാരനുണ്ടാകും. ഏതൊരാൾ ഫസാദായിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കും, അവൻ ഫസാദാവാൻ കാരണമായി അവൻ്റെ പിന്നിൽ ഒരാളുണ്ടാകും, മനുഷ്യനായിട്ടുള്ള ഒരാളുണ്ടാകും. അപ്പോൾ ഇതാണ് ഈ 5 കാര്യങ്ങളാണ് ഇബ്രാഹിം അൽ ഖവാസ് റഹിമഹുല്ലാ പറഞ്ഞത്.